അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ഉമ്മൈ മറക്ക முடியாதையா, உம்மை பிரியவும் முடியாதையா, உம்மை மறக்க முடியாதையா, உம்மை பிரியவும் முடியாதையா. യേശുവേ 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 യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം മത്തായി 6:14. ഒന്ന് നോക്കിക്കേ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ആമേൻ. യേശുവിൻ്റെ പ്രാർത്ഥന അതിനകത്തും ക്ഷമയെക്കുറിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ടും അടുത്തതായി തുടങ്ങുമ്പോഴും എടുത്തു പറയുകയാണ്, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ച സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ആമേൻ. അപ്പോൾ ഇത് രണ്ടോട് ചേർത്ത് പറഞ്ഞാൽ, ക്ഷമിക്കുന്നൊരു ഹൃദയവും പ്രാർത്ഥിക്കുന്നൊരു മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ജയമായിരിക്കും. ആമേൻ. വേദപുസ്തകത്തിനകത്ത് ക്ഷമ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ്. സുവിശേഷീകരണത്തിൻ്റെ ഏറ്റവും ഭയങ്കരമായ കാര്യം തന്നെ ആ ഗെത്സമനിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ക്രൂശിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ ക്ഷമയുണ്ടല്ലോ. ഇവർ ചെയ്യുന്ന എന്തെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ വാക്ക്, അതാണ് ഭയങ്കര സുവിശേഷം. ആ സ്റ്റെഫാനോസ് കല്ലെറിയുന്നവരോട് ക്ഷമിക്കാൻ പറഞ്ഞത് എന്തൊരു വലിയ സുവിശേഷമാണ്. നമ്മുടെ ഇന്ത്യയിൽ ഗ്രഹാം സ്റ്റൈൽസ്, ആമേൻ, തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും അഗ്നിക്കിരയാകുമ്പോൾ തൻ്റെ ഭാര്യ, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു. ആമേൻ. കഴിഞ്ഞിടയ്ക്ക് അമേരിക്കയിൽ നടന്ന ആ വലിയ അനർത്ഥത്തിൽ ആ ബ്രദറിൻ്റെ ഭാര്യ പറഞ്ഞ ക്ഷമ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സുവിശേഷമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വന്ന ആ ഇൻസിഡൻറ്റ്, ആ വ്യക്തികളോട് ചിലപ്പോൾ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചാലുണ്ടല്ലോ, ആ ക്രൂശിലേക്ക് നടന്നു പോകുമ്പോൾ ക്ഷമിച്ച കർത്താവിൻ്റെ ക്ഷമയുടെ ആത്മാവ് നമ്മുടെ അകത്തേക്ക് വരും. ആ ക്ഷമയുടെ ആത്മാവിനാൽ നിങ്ങൾക്ക് ക്ഷമിക്കുകയും നിങ്ങൾക്കൊരു ജയകരമായ ജീവിതം നയിക്കുകയും ചെയ്യും. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങളോടും ക്ഷമിക്കത്തില്ല. അത് അങ്ങനെ തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ ഇരിക്കുന്നു എന്ന് സങ്കീർത്തനം പറയും. നിങ്ങൾ ക്ഷമിക്കുമ്പോൾ ആമേൻ, അത് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ മാറുകയാണ്. എനിക്കിന്ന് ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങൾക്ക് തരാനുള്ളൊരു, ഈ വചനത്തിൽ നിന്ന് നൽകുന്നൊരു നിർദ്ദേശം, ക്ഷമിക്കുന്നൊരു ഹൃദയം ആ പ്രിയപ്പെട്ടവരങ്ങ് വിട്ടുകള പോട്ടെ, അങ്ങ് ക്ഷമിക്കുക. അത് പോട്ടെ, അതിനെ ഓർത്തോർത്ത്, ആ വാക്കുകളും ഓർത്ത്, ആ ചിന്തകൾ ഓർത്ത് നിങ്ങളുടെ ജീവിതം നേറിപ്പോകേണ്ട. അവരെല്ലാ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി. നമ്മളൊരു വ്യക്തിയോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ആ വ്യക്തി നമ്മുടെ ഹൃദയത്തിലിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം വ്യക്തികൾക്ക് ഇരിക്കാനുള്ളതല്ല, നിങ്ങളുടെ ഹൃദയം കർത്താവിന് ഇരിക്കാനുള്ളതാണ്. അവരെ ഇറക്കി വിടുക. സ്തോത്രം. ദൈവത്തിൻ്റെ ക്ഷമയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ആമേൻ. ഈ വചനം ചിലപ്പോൾ നിങ്ങളെ അല്പം ചിന്തിക്കുന്നതായിരിക്കട്ടെ, വേദനിക്കുന്നതാകട്ടെ, ചിലപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം കിട്ടിയിട്ടില്ലായിരിക്കും. പക്ഷേ ഇതിനകത്തൊരു ആശ്വാസമുണ്ട്.
ആ പിണങ്ങിയിരിക്കുന്നവരെ പറ്റുമെങ്കിലൊന്ന് വിളിക്കുക, അവരോടൊരു സ്നേഹം പൊതുക്കുക, ബുദ്ധിയോട് അവരോട് ഇടപെടുക. ആമേൻ. കർത്താവ് പറയുന്നു ക്ഷമിക്കാൻ പറയുന്നു. പിഴകളെ ക്ഷമിക്കുക, കർത്താവ് ക്ഷമിക്കും. ഹല്ലേലൂയ. നമുക്കൊന്നും പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങ് രാവിലെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളെ ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്നതിന് സ്തോത്രം ചെയ്യും. കർത്താവായ ദൈവമേ, അങ്ങ് ക്രൂശിൽ വെളിപ്പെടുത്തിയ ക്ഷമയുടെ ഹൃദയം അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, വചനം കേൾക്കുന്ന വ്യക്തിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, അവരുടെ ജീവിതത്തിൽ കൈപ്പേറിയ മേഖലകളിൽ പരിശുദ്ധാത്മാവ് അങ്ങ് ക്ഷമയുടെ ആത്മാവായി വെളിപ്പെടണമേ. പരിശുദ്ധാത്മാവുടെ ഹൃദയങ്ങൾ അങ്ങ് സൗഖ്യമാക്കണമേ. കർത്താവെ ക്ഷമിക്കാനുള്ള ഹൃദയം പരിശുദ്ധാത്മാ അങ്ങ് അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കും. ഇവരിലൂടെ അനേകർ ബലപ്പെടുവാൻ, അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ ക്ഷമയുടെ ഹൃദയം അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങൾ ഒരുമിച്ച് പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്ക് നേരിട്ട ചില പ്രശ്നങ്ങൾ നിമിത്തം, കുറേ നാളുകൾക്ക് മുമ്പ് ഇവർക്ക് വന്ന ചില പ്രതിസന്ധികൾ നിമിത്തം ചിലരോടുള്ള കയ്പുകൾ, ഭാരങ്ങൾ, വേദനകൾ ഒക്കെ അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറട്ടെ. ഇന്നത്തെ ദിവസം അവരുടെ ലൈഫിലൊരു വലിയ ഡെലിവറൻസ് സംഭവിക്കട്ടെ. കർത്താവെ, അവർ ക്ഷമിക്കാത്തടത്തോളം കാലം ആ വ്യക്തികളുമായിട്ടാണല്ലോ അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ്, ഇവർക്ക് വിരോധമായി, ഇവരുടെ നന്മകൾക്കും ഇവരുടെ തലമുറകൾക്കും ഇവരുടെ ഭാവികൾക്കും ഇവരുടെ ജീവിതത്തിന് വിരോധമായിട്ടൊക്കെ പിശാചൊരുക്കിയ തന്ത്രങ്ങളുടെ നടുവിൽ അതിന് പിശാചെടുത്ത വ്യക്തികളോട് ക്ഷമ കൊടുത്ത് ആത്മയുദ്ധം ചെയ്ത് അവർക്ക് ജയിക്കാൻ നീ സഹായിക്കണമേ. കർത്താവെ, അത് നിമിത്തമായി ക്ഷമിക്കാത്ത നിമിത്തം വന്ന രോഗങ്ങൾ മാറണമേ. അകത്തെ കയ്പുകൾ ഉള്ളത് നിമിത്തം വന്നതായ അസുഖങ്ങൾ, ഡിപ്രഷനുകൾ മാറണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചിലരോട് കർത്താവ് കണ്ടാണല്ലോ സംസാരിക്കുന്നത്. ചില വ്യക്തികൾ അകന്ന നിമിത്തം, അവരോടുള്ള കയ്പുകൾ നിമിത്തം ശാരീരികമായി ക്ഷീണിതയായി, ശാരീരികമായി തളർന്നുപോയ ഈ വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർ ഇന്ന് ചാടി എഴുന്നേൽക്കട്ടെ. ആരൊക്കെയോ ചെയ്ത ചില കടുങ്കൈകൾ നിമിത്തമായി അവരുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ, തകർച്ചകൾ, യേശുവിൻ നാമത്തിൽ അതിൽ നിന്ന് അവരെ പിടിച്ചു കയറ്റുന്നു, അവരെ അനുഗ്രഹിക്കുന്നു, ജനത്തെ ഉയർത്തുന്നു. ഇന്നത്തെ ദിവസത്തെ വചനം അവർക്ക് ഏറ്റവും അനുഗ്രഹവും സൗഖ്യമായതിനായ സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവിൻ്റെ കരവും കർത്താവിൻ്റെ കൃപയും നിങ്ങളുടെ കൂടെ ഉണ്ട്. അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക, സൗഖ്യത്തോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ശലോം.